അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗർഭപാത്രങ്ങളുടെ ഉടമകളായ മാതാപിതാക്കളെ, ആ ഗർഭപാത്രങ്ങളിലേക്ക് ജീവന്റെ വിത്തുകൾ വിതച്ച പിതാക്കന്മാരെ, ഞാനും ഒരു വലിയ കുടുംബത്തിന്റെ നാഥന. 9 മക്കൾ, 3 പേരും മരിച്ചുപോയി. തമ്പുരാൻ തിരിച്ചു വിളിച്ചു. 6 മക്കൾ ജീവനോടെ ഇരിക്കുന്നു. ഇനി 10ാമത് ഒരെണ്ണം ഉണ്ടോ എന്ന് അടുത്ത മാസം ചോദിച്ചാൽ അവള് പറയും വയറ്റിൽ കിടപ്പുണ്ടെന്ന്. ചങ്കുറപ്പോടെ അത് പറയാൻ കെൽപ്പുള്ളത് കൊണ്ടാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ അഭിമാനത്തോടെ നിൽക്കുന്നത്. കുഞ്ഞുമക്കൾ ഓടി നടന്നോട്ടെ, അത് അവരുടെ അവകാശമാണ്. എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ഇളയ മോന് 12 വയസ്സായിട്ടില്ല. അവനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇവിടെ ഇരിക്കത്തില്ല. പെടച്ചോണ്ടിരിക്കും. അതാ പ്രായമാ. പക്ഷെ എൻ്റെ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞു, 2 കൊല്ലമായി. 2ാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ച മുമ്പ് കഴിഞ്ഞു. അവളിപ്പോൾ ഇവിടെ ഇല്ല, ഖത്തറിലാണ്. 3ാമത്തെ മകനുണ്ട്, കഴിഞ്ഞ ആഴ്ച യൂറോപ്പിലോട്ട് പോയി, അയർലൻഡിൽ പഠിക്കാൻ പോയി. 4ാമത്തവൻ ഇവിടെ തൃശ്ശൂരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5ാമത്തവനും 6ാമത്തവനും വീട്ടിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ പിള്ളേർ വീട്ടിലുണ്ടെങ്കിലുള്ള ഒരു ഓളം ഉണ്ടല്ലോ, ഒരു രസം. ഞാൻ രാവിലെ മുതൽ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഒരാളിവിടെ, ഒരാളിവിടെ. അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങിക്കൊണ്ട് 2-3 ഇങ്ങനെ വെറുതെ. എന്ത് രസമാണ് കാണാൻ. ഈ നിഷ്കളങ്കത നിങ്ങളുടെ ഭവനങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാ. നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാനിതാ, എനിക്കിപ്പോൾ 60 വയസ്സ് ആയിരുന്നു. ഏതാനും മാസം കഴിഞ്ഞാൽ 60 വയസ്സാവും. ഇന്നും എൻ്റെ വീട്ടിലോട്ട് ഞാൻ കയറി ചെല്ലുമ്പം എൻ്റെ 12കാരൻ വാതിൽ തുറന്നിട്ട് എൻ്റെ കയ്യിലോട്ടാണ് നോക്കുന്നത്. ചാച്ചൻ എന്താ തിന്നാൻ കൊണ്ടുവന്നേ? തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ, ഒന്നും കൊണ്ടുവന്നില്ല. ശേ, ആ ഒരു പറച്ചിൽ കേൾക്കാനും ഒരു രസമാണ്. ഒന്നും കൊണ്ടുവന്നില്ലേ, ഞാൻ പോയി വല്ല മേടിച്ചുകൊണ്ട് വരാം, ചാച്ചൻ പൈസ താ. ഇതെന്ത് രസമാണെന്നറിയാമോ? അപ്പോൾ നമുക്കേ, ഞാൻ സമയം കളയുന്നില്ല. പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, പരിശുദ്ധ കത്തോലിക്ക സഭ വലിയ കുടുംബങ്ങളോടും എല്ലാ കുടുംബങ്ങളോടും പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആധുനിക ലോകത്തിൽ കുടുംബങ്ങളുടെ പ്രസക്തിയും അവയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൗത്യവും. ഇത് കുടുംബം ഒരു കൂട്ടായ്മ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നതാണ്. ഒരു കുടുംബത്തിന് ആധുനിക ലോകത്തിലെ കുടുംബങ്ങളുടെ ദൗത്യം എന്താണ്? വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. അതിലൊന്നാമത്തേതാണ് വ്യക്തികളുടെ ഒരു സമൂഹത്തെ രൂപവൽക്കരിക്കുക. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഒരു സമൂഹമാണ് നിങ്ങളുടെ കുടുംബം, വ്യക്തികളുടെ സമൂഹമാണ്. അത് രൂപവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 2ാമത്തെ പോയിന്റ്, ജീവന് സേവനമനുഷ്ഠിക്കുക. അതെങ്ങനെയാ ജീവന് സേവനമനുഷ്ഠിക്കുന്നത്? നമ്മളിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നേ. പക്ഷെ മാർപ്പാപ്പ തിരുമേനി ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെയും അവരെ വിശുദ്ധരായി വളർത്തുന്നതിലൂടെയാണ് കുടുംബം ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത്. ആത്മാവിന്റെ പ്രേക്ഷിത പ്രവർത്തനമാണ് കുടുംബജീവിതം. നമ്മൾ വിചാരിക്കും ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യയിൽ പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കുക. അതാണ്, ഞാൻ സമ്മതിച്ചു. സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കപ്പെടണം. അതിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മക്കളെ വിശുദ്ധരായി വളർത്തുന്നതാണ് കുടുംബത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം. അത് ചെയ്യാതെ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ തനതു വിധിയുടെ സമയത്ത്, പൊതുവിധിയുടെ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ട ജീവൻ, ദാനമായിട്ട് നൽകപ്പെട്ട ജീവൻ ദാനമായിട്ട് പകുത്തു നൽകിയോ? ഈശോ തമ്പുരാന് സ്വന്തം ശരീരത്തെ രാവിലെ നമുക്കൂടെ പകുത്തു നൽകി, മുറിച്ച് നൽകി. അവിടുത്തെ ജീവൻ നമ്മുടെ രക്തത്തിലൂടെ, ആത്മാവിലൂടെ ഒഴുകാനായിട്ട് അവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മുറിച്ച് നമുക്ക് നൽകി ദൈവിക ജീവൻ. നമ്മൾ ഈ മാനുഷിക ജീവനെ പകുത്ത് നൽകാൻ എത്രത്തോളം താല്പര്യം കാണിച്ചു? അത് വെച്ചാണ് പ്രിയപ്പെട്ട ആത്മായരെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വിധിക്കപ്പെടാൻ പോകുന്നത്. മറക്കാതിരിക്കുക. അപ്പോൾ ഈ ജീവന് സേവനമനുഷ്ഠിക്കുന്ന മേഖല എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയും ഞാനൊരു ഡോക്ടറല്ലേ, ശമ്പളം കിട്ടുന്നില്ലേ, രോഗികളെ പരിശോധിച്ച് കാശ് കിട്ടുന്നില്ലേ, അങ്ങനെയല്ലേ? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ഇന്നും ഞാൻ ലക്ഷങ്ങളുടെ കടത്തിലാണ്.
ലക്ഷങ്ങളുടെ. ഞാൻ നാളെ ഇല്ലാതായാൽ ഒരുപക്ഷെ എൻ്റെ ഭാര്യയും മക്കളും വളരെ വളരെ കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരും ഈ കടങ്ങൾ വീട്ടാൻ. എങ്ങനെയായി കടം വന്നേ? മക്കളെ പഠിപ്പിക്കണം, അവരുടെ വിവാഹം നടത്തണം, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ ലോൺ എടുക്കണം. അങ്ങനെ പല പല രീതിയിലായിട്ട് വട്ടപൂജ്യത്തിൽ നിന്ന് ആരംഭിച്ചതാ. അത് പറയാൻ അഭിമാനത്തോടെ പറയും. 5 പൈസ സ്ത്രീധനം മേടിക്കാതെ 0 ബാലൻസിൽ ജീവിതം ആരംഭിച്ച് ഇത്രയിടം വരെ എത്തി ദൈവം എത്തിച്ചു. കാരണം ജീവിതം മുഴുവനും നമ്മൾ പറയും ഒരു സമസ്യയാണ്, ഒരു ബലിയ. അടിച്ചു പൊളിക്കാമെന്ന് വലിയ കുടുംബങ്ങൾ വിചാരിച്ചേക്കരുത്. നമ്മുടെ ജീവിതം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ പൊളിച്ചോ കുഴപ്പമില്ല. പക്ഷേ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കി അവർ തായ്ലാൻഡിൽ പോയി, മറ്റവർ കാശ്മീരിൽ പോയി, അങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്കിതൊന്നും പോകാൻ പറ്റുന്നില്ല, പൈസ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് നൽകപ്പെട്ട മക്കൾ വിശുദ്ധിയിലാണോ വളർന്നത്? അതിനെപ്പറ്റിയാണ് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങൾക്കൊരെഴുത്ത് എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ ഒന്നാമത്തെ അധ്യാപകരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരുമാണ്. ഈ മണ്ഡലത്തിൽ അവർക്ക് മൗലികമായ യോഗ്യതയുണ്ട്. അവർ അധ്യാപകരാണ്, കാരണം അവർ മാതാപിതാക്കളാണ്. അവർ തങ്ങളുടെ അധ്യാപക ദൗത്യത്തെ മറ്റു വ്യക്തികളുമായും സഭ, രാഷ്ട്രം മുതലായ സ്ഥാപനങ്ങളുമായും പങ്കുവയ്ക്കുന്നു. പക്ഷെ നിങ്ങളാണ് നിങ്ങളുടെ കൊച്ചുങ്ങളുടെ ആദ്യത്തെ അധ്യാപകർ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കൊച്ച് ജനിച്ച് വീണ് 5, 3, 4 വയസ്സെങ്കിലും ആവാതെ LKG പോവുമോ? ഈ LKGയിലോട്ട് പോയാൽ പോലും എത്ര മണിക്കൂർ അവരവിടെയുണ്ട്? ബാക്കി സമയത്ത് അവർ നമ്മുടെ കൂടെയാ. നമ്മൾ ചുമ്മാ മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. നമ്മുടെ ഓരോ സംസാരവും നമ്മുടെ ഓരോ നിർദ്ദേശങ്ങളും നമ്മൾ അവരെ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ അങ്ങോട്ട് പോകരുത്, അത് തീയാണ്, തൊടരുത്, തൊട്ടാ പൊള്ളും, അത് കുഴിയാണ്, തെന്നി വീഴും, അവിടെ പാറയുണ്ട്. ഇതാണ് അധ്യാപനം എന്ന് പറയുന്നത്. അല്ലാണ്ട് തറാപറ ABCD പഠിപ്പിക്കുന്നതല്ല അധ്യാപനം. അതതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ മോളെ അരുത്, മോനെ അരുത് എന്ന് പറയുമ്പോൾ അധ്യാപനമാണ്. കുരിശ് വരയ്ക്കുമ്പോൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ നേരത്തെ കാലിങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാലിലെ നഖം കുത്തിപ്പൊട്ടിക്കുന്നു, മോനെ അരുത്, ഇത് പ്രാർത്ഥനയാണ്, ശ്രദ്ധിക്കണം, അധ്യാപനമാണ്. അത്രേ ഉള്ളൂ. പിള്ളേരും മിണ്ടാണ്ട് ആകെ ഡിപ്രസ്ഡായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ കൊച്ചേ മോളെ എന്ത് പറ്റി, നിനക്ക് എന്നാ വിഷമം, എന്തെങ്കിലും ഉണ്ടോ, പപ്പായോട് പറ, മമ്മിയോട് പറ. അവരിൽ നിന്ന് കേൾക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയും, അതും അധ്യാപനമാണ്. സ്കൂളിലെ ടീച്ചേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നത് അക്കാഡമിക് ആയിട്ടുള്ള ഒരു പഠിപ്പിക്കാനുള്ള ദൗത്യം മാത്രമാണ്. അതുമാത്രമാണോ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത്? അല്ല, മറിച്ച് നിത്യജീവിതത്തിൽ നാളെയുടെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാൻ പറ്റും, എങ്ങനെ ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തും, എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ സമൂഹത്തിൽ അല്പസ്വല്പമൊക്കെ യുദ്ധം ചെയ്തിട്ടും പിടിച്ചു നിൽക്കാൻ, അബദ്ധം കാണിക്കാതിരിക്കാൻ, കുഴികളിൽ പോയി വീഴാതിരിക്കാൻ, തെന്നി വീണ് പൊട്ടാതിരിക്കാൻ, എല്ലാത്തിലും ഉപരിയായി മാർപ്പാപ്പ പറയുന്നു, കുടുംബത്തിനു പകരം വെൽക്കാൻ പറ്റാത്ത മറ്റൊരു സംഗതി മതവിദ്യാഭ്യാസമാണ്. കുടുംബങ്ങൾക്കൊരിടത്തിൽ കുടുംബത്തിന് പകരം വയ്ക്കാനാവാത്ത ഒരു ധർമ്മമുള്ള മണ്ഡലം തീർച്ചയായും മതവിദ്യാഭ്യാസമാണ്. അതാണ് കുടുംബത്തെ ഗാർഹിക സഭയാക്കി മാറ്റുന്നത്. മതവിദ്യാഭ്യാസവും കുട്ടികളുടെ പദബോധനവും കുടുംബത്തെ സഭയ്ക്കുള്ളിലുള്ള സുവിശേഷവൽക്കരണത്തിൻ്റെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും വിഷയമാക്കിയിരിക്കുന്നു. നിങ്ങളത് കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ട്. പക്ഷേ എത്രത്തോളം ഉണ്ട്? നമ്മുടെ വീട്ടിൽ കുരിശുവരെയും പ്രാർത്ഥനയുണ്ട്, പക്ഷേ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഈ 60 വയസ്സായപ്പോഴാണ് എനിക്കൊരു ബോധം വന്നു, അതുവരെ ഇല്ലാത്തൊരു ബോധം. ഞാനതൊരു അഹങ്കാരമായിട്ട് അവതരിപ്പിക്കുകയല്ല. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞങ്ങൾ കുടുംബം കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. എനിക്ക് ഇച്ചിരി വയ്യായികയൊക്കെ ഉണ്ട്, ഒരു ഹൃദ്രോഗിയാണ്, പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, ഇതൊക്കെ ശരിയാ. പക്ഷേ കുരിശ് വര തുടങ്ങിയാൽ കുടുംബനാഥനായി ഞാൻ മുട്ടിന്മേൽ നിൽക്കും.
ആ കുരിശ് വരെ കഴിഞ്ഞു. വിശുദ്ധ ഗ്രന്ഥ വായന കഴിയുന്നിട്ട് മാത്രമേ ഞാൻ ആ മുട്ടിന്മേൽ നിന്ന് എഴുന്നേൽക്കുള്ളൂ. അതിൽ ജപമാല പ്രാർത്ഥന തുടങ്ങുന്ന സമയം മുതൽ 5 രഹസ്യങ്ങൾ തീരുന്നത് വരെ ഈശോ കുരിശിൽ കിടന്ന ആ സഹിച്ച വേദനയുടെ ഒരു 1000-1 പോലും ആവില്ലെന്നറിയാം. എന്നാലും ആ കൈ അങ്ങനെ വിരിച്ചു പിടിക്കുമ്പോൾ, ഈ കൈ വിരിച്ചു പിടിച്ചോണ്ട് ആ കൊന്തയുടെ 15 മിനിറ്റ് സമയം ഇരു കൈകളും വിരിച്ചു പിടിച്ച് ആ കൈ അങ്ങ് കഴച്ചു പൊട്ടുന്നൊരു വേദനയുണ്ട്. ഞാനത് സമർപ്പിക്കുക. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞു പോയ 2 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാർക്കും വേണ്ടി, അവർക്ക് മക്കൾ ജനിക്കാൻ വേണ്ടി, അവർ പ്രോ ലൈഫേഴ്സ് ആകാൻ വേണ്ടി, വിദേശത്ത് പോയിരിക്കുന്ന എൻ്റെ മകൻ വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടി, ബാക്കിയുള്ള മക്കൾ ഓരോരുത്തരും വിശുദ്ധിയിൽ വളരാൻ അപ്പനായ ഞാൻ, എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ മുട്ട നിൽക്കാൻ വയ്യ, മുട്ടിനൊക്കെ തേയ്മാനമൊക്കെ ഉണ്ട്, പറ്റത്തില്ല. പക്ഷെ പുള്ളിക്കാരത്തി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കൾ കാണാതെ കണ്ണുനീരൊഴുക്കി അവരുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ കാണണം. അപ്പൻ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളെന്നൊരു വഴിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയാണ്. ഇതാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മതവിദ്യാഭ്യാസത്തിൻ്റെ മാതൃക. ത്യാഗമുണ്ട് ഇല്ലെന്നല്ല. എനിക്കുകൊണ്ട് രാവിലെ 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാൻ ജോലി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ശ്വാസകോശ രോഗങ്ങളുടെ സ്പെഷ്യാലിറ്റി. 8 മണിക്ക് എൻ്റെ OP തുടങ്ങിയാൽ ഒരു 100 രോഗികളെ കാണും 1 മണി വരെ. 1 മണിക്ക് കഴിഞ്ഞാൽ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മുടെ പ്രൈവറ്റ് പ്രാക്ടീസ് ഒരു 5-6 പേഷ്യൻ്റ് അവരെ നോക്കും, തിരിച്ചു വരും, വീട്ടിൽ വന്ന്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീടെത്തുമ്പോൾ ഒരു നേരമാവും. പിന്നെ ആ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് അപ്പോൾ എൻ്റെ ഭാര്യ പറയും, അച്ചായൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, വയ്യെങ്കിൽ അവിടെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു പോരാ, എൻ്റെ ശരീരം, ഞാനൊരു തീരുമാനമെടുത്തു, മരണം വരെ എൻ്റെ മുട്ടുകാല് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് വരെ എൻ്റെ ഈ 2 കൈകൾ പൊങ്ങാൻ മടി എന്ന് കാണിക്കുന്നോ ശാരീരികമായിട്ട്, അന്ന് വരെ ഈ കൈ ഒരിക്കലും ജപമാലയുടെ സമയത്ത് താഴില്ല. കാരണം ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ട മക്കള് വിശുദ്ധിയിൽ വളരണമെങ്കിൽ ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചേ പറ്റൂ. കൊന്ത ചുമ്മാ ഇങ്ങനെ ചൊല്ലി വിടാം, എളുപ്പമാ, കൊന്ത ഉരുട്ടിയാൽ മതി. പക്ഷെ മക്കൾ കാണണം. ഇന്നെൻ്റെ ഇളയ മോൻ അന്തോണി എന്നാ പേര് കേട്ടോ. അന്തോണി ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, ചേർന്നിരിക്കും. ഞാൻ അവനെ ഇടയ്ക്കൊന്ന് കെട്ടി അങ്ങ് പിടിക്കും. ഞാൻ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന അവൻ കാണുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം അവനോടും പറഞ്ഞു, എടാ നിൻ്റെ രഹസ്യം വരുമ്പോൾ കൊന്തയുടെ അവസാനത്തെ രഹസ്യം അവൻ്റെ അവകാശമാണ്. അവനും മുട്ടേ നിൽക്കും. കൈവിരിച്ച് പിടിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും അവനായിട്ടില്ല. അവനും മുട്ടേ നിൽക്കും. മുട്ടേ നിന്ന് ആ ഒരു രഹസ്യം മുട്ടേ നിന്ന് ചാച്ചൻ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാ നാളെ എൻ്റെ ബാക്കി മക്കളും പ്രാർത്ഥിച്ചോളൂ എന്ന് എനിക്കറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ. കാരണം നമ്മുടെ ലോകമുണ്ടല്ലോ, നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോകുന്ന ലോകം പിഴപ്പിക്കലിൻ്റെ ലോകമാണ്. പിടിച്ചാലൊന്നും കിട്ടില്ല. ഉപദേശം കൊണ്ട് ഒരു കൊച്ചിനെയും രക്ഷപ്പെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. മക്കളെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കുന്നവര് പമ്പര വിഡ്ഢിയാണ്. ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ, അത്ഭുതത്തിന്റെ കരങ്ങള് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചു വെക്കാത്തിടത്തോളം നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. 30 വർഷത്തെ ജീവിതാനുഭവം കൊണ്ടായത് പറയണേ. കല്യാണം കഴിച്ചിട്ട് 30 വർഷമായി. 28 വർഷമായി പ്രോ ലൈഫിന് ക്ലാസ് എടുക്കുന്നു. സണ്ണിച്ചായനെ, കാട്ടുകാരൻ സണ്ണിച്ചായൻ എൻ്റെ സുഹൃത്താണ്. 28 വർഷമായിട്ട് അന്നൊരിക്കലും ഇവിടെ ഡിവൈനിൽ നിന്ന് ഞാൻ പ്രോ ലൈഫിന് ക്ലാസ് എടുത്തതാണ്, ഓർക്കുന്നുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. 97-ലാണ് പ്രോ ലൈഫിൻ്റെ ക്ലാസ് തുടങ്ങിയത്. അന്ന് ഞാൻ ഇന്ത്യൻ പട്ടാളത്തിൽ ഡോക്ടറായിട്ട് 2 വർഷം ജോലി ചെയ്തു. ഇന്ത്യൻ നേവിയിലായിരുന്നു. ഇന്ത്യൻ നാവികസേനയിലെ യുദ്ധക്കപ്പലിൽ ഡോക്ടറായി പട്ടാളത്തിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് 2 വർഷം സെർവ് ചെയ്തു. അവസാനം ഞാൻ ആ ജോലി രാജിവെച്ചു, തിരിച്ചിറങ്ങി. അന്ന് തുടങ്ങിയതാ ജീവന് വേണ്ടി ഓടാൻ. ഗർഭഛിദ്രം ചെയ്യാനായിട്ട് എൻ്റെ കരങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം എന്നൊരു നിർദ്ദേശം പട്ടാളത്തിൽ നിന്ന് വന്നു. പട്ടാളത്തിലും ഡോക്ടറാണല്ലോ. അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പട്ടാളക്കാരുടെയൊക്കെ ഭാര്യമാർ വരും അബോർഷൻ്റെ. അപ്പോൾ വരുമ്പോൾ ഇവരുടെ പേപ്പറിൽ ഞാൻ സൈൻ ചെയ്യണം. അബോർഷൻ ചെയ്യാനായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു, പോയി അവിടെ കിടന്നു, ആ ഡോക്ടർ വരും, അബോർഷൻ ചെയ്യും. പക്ഷെ ആ കാഷ്വാലിറ്റിയിൽ OPയിൽ ഇരുന്നിട്ട് അഡ്മിറ്റ് എഴുതുന്ന പണിയാ എൻ്റെ. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ അബോർഷൻ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തായി കാണിക്കുന്നേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എനിക്കാണ് ഹിന്ദി ഒട്ടും അറിയത്തില്ല.
അപ്പം എൻ്റെ ഭാര്യ, പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം, എന്നെ പഠിപ്പിക്കും ഭാര്യ. ഹിന്ദിയിൽ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അറിയാവുന്ന മുറി ഹിന്ദിയും മുറി ഇംഗ്ലീഷും വെച്ച് ഈ പാവങ്ങളോട് ഞാൻ പറയാൻ തുടങ്ങി, അരുത്, കൊല്ലരുത്. അങ്ങനെ എൻ്റെ ഈ സംസാരം മേലെ ഉന്നത ഓഫീസർമാരുടെ അടുത്തെത്തി, പട്ടാളത്തിലെ ഉന്നത കമാൻഡർമാരുടെ അടുത്തി. അവർ വിളിച്ചു പറഞ്ഞു, ഈ പരിപാടി പട്ടാളത്തിൽ പറ്റില്ല, അത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കാണിച്ചോ, ഇവിടെ ഈ പരിപാടി പറ്റില്ല. അന്ന് ഞാൻ എൻ്റെ പേപ്പർ പുട്ടപ്പ് ചെയ്തു. നേവിയിൽ നിന്നും റിലീസ് വാങ്ങാൻ പട്ടാളത്തിൽ നിന്ന് അങ്ങനെ ഊരിപ്പോരാനൊന്നും പറ്റിയല്ല. ഒരിക്കൽ നമ്മൾ അവിടെ ജോയിൻ ചെയ്ത 20 വർഷത്തെ ബോണ്ട് ഒപ്പിട്ട് കൊടുത്താണ് ഞാൻ പട്ടാളത്തിൽ കയറിയത്. 20 വർഷം കഴിയാണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അവസാനം വളരെ കഷ്ടപ്പെട്ട് അവിടുന്ന് ഇറങ്ങി വന്നു. അന്ന് തുടങ്ങിയതാണ് പ്രോ ലൈഫ് എൻ്റെ ജീവിതത്തിൽ.